ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മാങ്ങ വെച്ചാണ്, പഴുത്ത മാങ്ങ വെച്ചാണ് കേട്ടോ. അതിനായിട്ട് ഞാനൊരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അധികം പുളിയൊന്നും ഇല്ലാത്ത മധുരമുള്ളൊരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തിക്കളഞ്ഞ് നമുക്കിതിനെ കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം. കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങയെല്ലാം കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്, അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മൈദയോ റവയോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മാംഗോ പൾപ്പും ഈ മാവും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിനി മിക്സ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാല് തണുത്ത പാലോ ചൂടുപാലോ ഏത് പാല് വേണമെങ്കിലും ആകാം. ഒരു നുള്ളു ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറേശ്ശെ പാലൊഴിച്ച് നമുക്കിത് ഒന്ന് കലക്കിയെടുക്കാം. ഞാൻ പാലിനകത്ത് ഒരു നുള്ള് കുങ്കുമപ്പൂ ഇട്ടിരുന്നു കേട്ടോ. അതാണ് പാലിനൊരു ചെറിയ മഞ്ഞ നിറം, ഒരു മഞ്ഞ നിറം കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അപ്പം ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്ത് ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു 2 ടേബിൾ സ്പൂൺ ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ സാധാരണ ഉണ്ണിയപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കലക്കി എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത് 1 ടീസ്പൂൺ വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഇത് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. അധികം എണ്ണയൊന്നും വേണ്ട. ഞാനിവിടെ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം, ഉണ്ണിയപ്പച്ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി ഓയിൽ ഒന്ന് ബ്രഷ് വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അധികം ഓയിലൊന്നും ഒഴിക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മാവ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ മാവ് ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ എളുപ്പമാണ്. അതിനായിട്ട് കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഗ്ലാസ്സിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒഴിച്ച് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. മറ്റേ സ്പൂണിൽ കോരുന്നതിനേക്കാളും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ് എളുപ്പം. അപ്പോൾ ഞാൻ ആ ഒരു ഗ്ലാസ്സിലെടുത്തപ്പോഴത്തേക്കും 10 എണ്ണം ഒഴിക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാക്കിയും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് അത്രയേ ഉള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ആ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുത്തു. അതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കത് എടുത്ത് മാറ്റാം. അങ്ങനെ ഒരു ട്രിപ്പ് ഇവിടെ നമുക്ക് ഉണ്ണിയപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അടുത്ത ട്രിപ്പിനായിട്ടുള്ള എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. സ്നാക്കെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.